ഫെബ്രുവരി 12 മൺഡേ വീക്ക് 10 ഗൈഡ് ലൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് രണ്ട് പ്രപ്പോർഷനെ പറ്റിയിട്ടാണ്. ആദ്യത്തെ പ്രപ്പോർഷൻ ഇതാണ് 3:2:1. ഈ പ്രപ്പോർഷൻ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നിവ കഴിക്കുന്നതിനെ പറ്റിയിട്ടാണ്. അതായത് നിങ്ങളൊരു വൈകുന്നേരം 8:30 മാക്സിമം ഭക്ഷണം കഴിച്ച് കിടക്കുന്ന ഒരാൾ 12 മണിക്കൂർ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് രാവിലെ 8-9 മണിക്ക് ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു ഫാസ്റ്റിംഗ് പീരീഡ് ബ്രേക്ക് ചെയ്യുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഫുഡ് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് അതിൻ്റെ പ്രപ്പോർഷനാണ് മാക്സിമം 3 ആണ് അതിൻ്റെ പ്രപ്പോർഷൻ. അതിനും കുറച്ചായിരിക്കണം നിങ്ങൾ ലഞ്ച് കഴിക്കുന്നത്, അതിനും കുറച്ചായിരിക്കണം നിങ്ങൾ ഡിന്നർ കഴിക്കുന്നത്. ഇപ്പോൾ നേരെ വിപരീതമാണ് നമ്മുടെ കുട്ടികളടക്കം ഫോളോ ചെയ്യുന്നത്. മിക്കവാറും ആരും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഡിന്നർ ബുഫേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു റിമൈൻഡറാണ്, ഈ 3:2:1 പ്രപ്പോർഷനിൽ വേണം നിങ്ങളുടെ എല്ലാ ദിവസത്തെയും ഭക്ഷണം കഴിക്കാൻ. രണ്ടാമത് 50:35:15%. ഇത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ധാന്യങ്ങളുടെ, പച്ചക്കറി, പഴവർഗ്ഗങ്ങളുടെ, പിന്നെ നിങ്ങൾ കഴിക്കുന്ന പപ്പടം, പിക്കിൾ, കേർഡ്, സാലഡ്, ഈ ഒരു പ്രപ്പോർഷനാണ്. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ, നിങ്ങളുടെ ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 50% ധാന്യങ്ങളായിരിക്കണം. ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അരിയാവാം, ഗോതമ്പാവാം, റാഗിയാവാം, മില്ലറ്റ്സ് വേറെ ഏത് വിഭാഗത്തിൽപ്പെട്ടതുമാവാം. ബാക്കി 35% ആയിരിക്കണം കുക്ക് ചെയ്ത പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇലക്കറികൾ എല്ലാം വരേണ്ടത്. ബാക്കി 15% സാലഡുകൾ, അത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ, കേർഡ്, പിക്കിള്, പപ്പടം മുതലായവയായിരിക്കണം. ഈ 2 പ്രപ്പോർഷനാണ് പറയാനുള്ളത്. പിന്നെ ആഡ് ചെയ്യാനുള്ളത്, നിങ്ങൾ വൈകുന്നേരത്തെ സ്നാക്സിന് പാക്കറ്റ് ഫുഡ് അല്ലെങ്കിൽ ബേക്കറി ഫുഡ് വാങ്ങിക്കുന്നത് ഒഴിവാക്കുക, എളുപ്പമല്ല. പിന്നെ അതിന് പകരം ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പലണ്ടി മിഠായി, ചിക്കി എന്നിവ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പാക്കേജ് ഫുഡിൻ്റെ അതിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് കാരണമാണ് വീണ്ടും പറയാത്തത്. അവസാനമായിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ എക്സസൈസാണ്. അത് സൺ സല്യൂട്ടേഷൻ അഥവാ സൂര്യ നമസ്കാരം 3ാമത്തെ ഒരു റൗണ്ട് കൂടി നിങ്ങൾ ആഡ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീക്ക് 2 ആഴ്ച മുമ്പ് ഒരു റൗണ്ട്, കഴിഞ്ഞ ആഴ്ച 2 റൗണ്ട്, ഈ ആഴ്ച 3 റൗണ്ട് സൂര്യ നമസ്കാരം ചെയ്യണമെന്നുള്ളതാണ് ഈ ആഴ്ചത്തെ എക്സസൈസ്. എല്ലാവർക്കും നല്ലൊരു വീക്ക് ആശംസിക്കുന്നു.